ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ കൈകൾ അവിടെ വളരെ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യാന്ന് ഇമാജിൻ. ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന പോലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിന് വേണ്ടി തേടി നടന്ന ആ സാധനം നടത്തി തരും കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും. സ്ലീപ്പ് 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 ബിക്കോസ് യുവർ ഐസ് ആർ കംപ്ലീറ്റ്ലി സ്റ്റക്ക്. ദ മോർ യു ട്രൈ. മഞ്ജുവാരി എന്നാണോ പേര്? നിങ്ങളുടെ ഒറിജിനൽ പേര് ആധാർ കാർഡിൽ ഒന്നുകൂടെ നോക്കി പേരെന്താണ് ഉണ്ടോ? എന്ത് പറ്റിയതാ? പണ്ട് തൊട്ടേ ഉള്ളതാ അല്ലേ? അപ്പോൾ ജസ്റ്റ് കാലൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചോ, ബുക്സൊക്കെ മാറ്റി വെച്ചോ, കൈ മടി വെക്കുക. ഓക്കെ, നിങ്ങൾ സാവധാനം, ഓക്കെ, എൻ്റെ ശബ്ദത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണേ. സാവധാനം കണ്ണുകൾ അടയ്ക്കുക. സ്ലോലി ക്ലോസ് യുവർ ഐസ്. നല്ല ശ്വാസം എടുക്കുക, എക്സൈൽ ചെയ്യുക. നല്ലൊരു ശ്വാസം ഒന്നുകൂടെ എടുത്തേ, എക്സൈൽ ചെയ്തേ. വെരി ഗുഡ്. ഒന്നുകൂടെ നല്ലൊരു ശ്വാസം എടുത്തേ, എക്സൈൽ ചെയ്തേ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇമാജിനേഷൻ്റെ പവർ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇമാജിനേഷനെ യൂസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഇമാജിനേഷൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള, ചിലർക്കൊക്കെ നല്ല വിഷ്വൽസൊക്കെ കാണാനുള്ള കഴിവുള്ള, എഴുതാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ട്, പാട്ട് പാടാൻ കഴിയും. ഇതെല്ലാം ഇമാജിനേഷൻ്റെ ഒരു എഫക്റ്റാണ്. നമ്മുടെ ഫ്യൂച്ചർ, നമ്മൾ നാളെ എന്താവണം, ഞാൻ എൻ്റെ ബാങ്കിൽ എത്ര അക്കൗണ്ട് പൈസ വേണം, ഇതെല്ലാം ഇമാജിനേഷൻ്റെ റിസൾട്ടാണ്. സോ നിങ്ങൾ കണ്ണടിച്ചിരിക്കുമ്പോൾ ടോട്ടലി നിങ്ങളുടെ ഫോക്കസ് എൻ്റെ ശബ്ദത്തിലും നിങ്ങളുടെ തേർഡ് ഐയിലും മാത്രമായിരിക്കും. നിങ്ങളുടെ രണ്ട് പുരികത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലം നിങ്ങളുടെ തേർഡ് ഐയിൽ മാത്രമായിരിക്കും. റിലാക്സ് ചെയ്തിരുന്നോ, സാവധാനം റിലാക്സ് ചെയ്തിരുന്നോ, ചാരി തന്നെ ഇരുന്നോ, ടോട്ടലി റിലാക്സ്ഡ് എന്ന് ഉറപ്പുവരുത്തുക. ശരീരത്തിൽ എങ്ങും സ്ട്രെസ്സ് വേണ്ട കേട്ടോ, ബോഡിയിൽ എങ്ങും സ്ട്രെസ്സ് വേണ്ട. നമ്മുടെ കഴുത്ത് ശരിക്കും നമ്മുടെ തലേനെ സപ്പോർട്ട് ചെയ്തിരിക്കുമ്പോൾ കഴുത്ത് സ്റ്റിഫായിട്ടിരിക്കുന്നത് സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഏത് സമയത്ത് നിങ്ങൾക്ക് കഴുത്ത് റിലാക്സ് ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പതിയെ, ഇപ്പം വേണ്ട, പതിയെ നിങ്ങൾക്ക് ഒരു നമ്മൾ ഉറക്കത്തിലേക്കൊക്കെ പോകുന്ന പോലെ നമ്മൾ പതിയെ നമ്മുടെ ഹെഡ് ഫോർവേഡ് വെൻഡ് ചെയ്യുകയും ചെയ്യാം. ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ കാൽപാദങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. കാൽപാദങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അവിടുത്തെ സ്ട്രെസ് എല്ലാം കളയുക. അവിടെ എന്തെങ്കിലും സ്ട്രെസ്സോ ടൈറ്റ്നസ്സോ ഉണ്ടെങ്കിൽ അതിനെ ഫ്രീ ആക്കുക. ബ്രീത്ത് ചെയ്ത് എക്സെയിൽ ചെയ്യുമ്പം വേണം ആ സ്ട്രെസ് കളയാം കേട്ടോ. ബ്രീത്ത് ഇൻ, എക്സെയിൽ, കാൽപാദങ്ങളിലെ സ്ട്രെസ് മൊത്തം കളയുക. ഓക്കെ, നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കുന്ന കുറച്ച് മിനിറ്റ്സ് മാത്രമാണ്, അത് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഒന്നുകൂടെ ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുന്നു. മുട്ടിന് താഴെയുള്ള ഭാഗങ്ങളിലെ സ്ട്രെസ് എല്ലാം പുറത്തേക്ക് കളയുന്നു. ഇമാജിനേഷനിലാണ് കളയുന്നത്. അതുപോലെ തന്നെ അത് മേക്ക് ഇറ്റ് ഹാപ്പൻ, ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഒന്നുകൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. അരയ്ക്ക് താഴെയുള്ള ഭാഗങ്ങളിലെ എല്ലാ ഭാഗങ്ങളിലെയും റിലാക്സേഷൻ കംപ്ലീറ്റ് കൊടുക്കുന്നു. ഒന്നുകൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. അബ്ഡോമൻ, ചെസ്റ്റ്, വയറ്, നെഞ്ചിലെ എല്ലാ സ്ട്രെയിനും സ്ട്രെസ്സും പുറത്തേക്ക് കളയുന്നു. വെരി ഗുഡ്. ഒന്നുകൂടെ ശ്വാസം എടുക്കുന്നു. ഷോൾഡർ ആൻഡ് ഹാൻഡ്സ്, അവിടുത്തെ എല്ലാ സ്ട്രെസ്സും പുറത്തേക്ക് കളയുന്നു. ടോട്ടലി റിലാക്സ്ഡ് ആവുന്നു. നിങ്ങൾ എത്രത്തോളം ശ്വാസം എടുക്കുന്നു അത്രത്തോളം റിലാക്സ്ഡ് ആവുന്നു. അത്രത്തോളം റിലാക്സ്ഡ് ആവുന്നതോറും മൈൻഡ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആവുന്നു. ഒന്നുകൂടെ നല്ല ശ്വാസം എടുക്കുന്നു, എക്സെയിൽ ചെയ്യുന്നു. തല മുതൽ കാലിലെ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഈ ഓരോ മിനിറ്റും ഭയങ്കര പ്രഷ്യസ് ആണ്. ഓരോ നിങ്ങളെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയാനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാനും പറ്റിയ, ഫോക്കസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സിലൂടെ ആയിരിക്കും പോവുക. ഒന്നുകൂടെ നല്ലൊരു ശ്വാസം എടുക്കുന്നു, എക്സെയിൽ ചെയ്യുന്നു. വെരി ഗുഡ്. ഞാൻ 20 മുതൽ 1 വരെ എണ്ണുമ്പോഴത്തേക്കും നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ സ്വീകരണ മുറിയിൽ, അതായത് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഗസ്റ്റ് റൂമിൽ അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ഹാളിൽ ഇരിക്കുന്ന ആ ഒരു ഇമാജിനേഷൻ, ആ ഒരു പിക്ചർ നന്നായിട്ട് കാണാം കേട്ടോ. ഞാൻ 20 to 1 കൗണ്ട് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ സമയം എടുത്ത് ആ പിക്ചർ ഉണ്ടോ കേട്ടോ. 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, very good, 3, 2. ജസ്റ്റ് നല്ല വൃത്തിക്ക് കണക്കാം. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയിലെ ഒരു സോഫയിൽ, ചെയറയിൽ, എവിടെയാണെന്ന് വെച്ചാൽ ഇരിക്കുകയാണ്. നിങ്ങളിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ നിങ്ങളിലേക്ക് മാത്രമാണ്. നിങ്ങളുടെ വീട് കറക്റ്റായിട്ട് അറിയാം, വീടിൻ്റെ കളറ്, വീടിൻ്റെ സെറ്റിങ്സ് ഒക്കെ അറിയാം. നിങ്ങൾക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്കിപ്പോൾ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. നല്ല പോലെ ദാഹിക്കുന്നുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ത്രോട്ടൊക്കെ നല്ല ഡ്രൈഡായിട്ട് നല്ല പോലെ ദാഹിക്കുന്ന പോലെ ഇമാജിൻ ചെയ്യുക. ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഡ്രൈനെസ് ത്രോട്ടിൽ ഫീൽ ചെയ്യും. അത് നിങ്ങളുടെ ഇമാജിനേഷൻ അത്ര നല്ലതാണെങ്കിൽ നിങ്ങളുടെ ഡ്രൈനെസ് നിങ്ങൾ ത്രോട്ടിൽ ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യുന്ന ഇമാജിനേഷൻ, ആ ഡ്രൈനെസ് വെച്ചിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കിച്ചണിൽ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് കുടിക്കാനുള്ളൊരു സാധനമുണ്ട്, ഒരു നാരങ്ങ വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾ പതിയെ എഴുന്നേറ്റ് നിങ്ങളുടെ കിച്ചണിലേക്കുള്ള വഴിയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുക. നിങ്ങളുടെ കിച്ചണിലേക്ക് പോകുന്ന
ആ വഴിയിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുക, നടക്കുക, പതിയെ എഴുന്നേറ്റ് നിങ്ങളുടെ കിച്ചണിലേക്ക് പതിയെ 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 നടന്നുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ നടക്കുന്തോറും ആ കിച്ചൻ്റെ ആ വഴിയിലേക്ക് കറക്റ്റായിട്ട് ആ വഴി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പതിയെ പതിയെ ഓരോ സ്റ്റെപ്പ് വെച്ച് നടക്കുന്തോറും ആ കിച്ചൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോവും. ആ കിച്ചൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും കറക്റ്റ് കിച്ചണിൽ കയറി ഫ്രിഡ്ജിൻ്റെ അകത്ത് എവിടെയാണ് നിങ്ങൾക്ക് നാരങ്ങ ഇരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ഫ്രിഡ്ജിനെ കറക്റ്റായിട്ട് നോക്കിയാൽ ഇമാജിൻ ചെയ്ത് ആ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോക്കുക. ആ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ആ ഫ്രിഡ്ജിൻ്റെ ഡോറ് പതിയെ തുറന്ന് നാരങ്ങ കറക്റ്റായിട്ട് എവിടെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു പൂ നാരങ്ങയാണ്, മഞ്ഞ കളർ പൂ നാരങ്ങയാണ്. ആ പൂ നാരങ്ങ കറക്റ്റായിട്ട് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കറക്റ്റായിട്ട് ആ ഡ്രോ തുറന്ന് ആ നാരങ്ങ ഇങ്ങ് പുറത്തേക്ക് എടുത്തിട്ട് വെളിയിൽ കൊണ്ടുവച്ച് നമുക്ക് വേണ്ട ഒരു കത്തിയാണ്. ആ കത്തി ഇടുന്ന സ്റ്റാൻഡ് കറക്റ്റായിട്ടൊന്ന് ലൊക്കേറ്റ് ചെയ്ത് ഓക്കെ. ആ കത്തി എടുത്തിട്ട് പതിയെ ആ പൂ നാരങ്ങ കട്ട് ചെയ്ത് രണ്ടായിട്ട് അതിനാകുന്നു. കറക്റ്റായിട്ട് സ്ക്വീസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നീര് പോലും തീർക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ പൂ നാരങ്ങ എടുത്തിട്ട് നിങ്ങൾക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള ക്ഷമയൊന്നുമില്ല. നിങ്ങൾ പതിയെ ആ നാരങ്ങ എടുത്തിട്ട് പതിയെ നിങ്ങളുടെ നാവിലേക്ക് നല്ല പുളിയുള്ള ആ പൂ നാരങ്ങ നിങ്ങളുടെ നാവിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞ് നിങ്ങളുടെ നാവിലേക്ക് നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് ആ നാരങ്ങയുടെ ആ ഒരു പുളിപ്പ് നന്നായിട്ട് ടേസ്റ്റ് ചെയ്യുന്തോറും നിങ്ങൾക്ക് നന്നായിട്ട് നാരങ്ങയുടെ ആ ടേസ്റ്റ് ഫീൽ ചെയ്യും. ആ ടേസ്റ്റ് ഫീൽ ചെയ്യുന്തോറും നിങ്ങളുടെ ദാഹം ഭയങ്കരമായിട്ട് ഓക്കെ ആവുന്ന പോലെ ഫീൽ ചെയ്ത് നന്നായിട്ട് ഫീൽ ചെയ്ത് എന്നിട്ട് അവിടെ ഒരു 10 സെക്കൻഡ് പതിയെ ആ ഫീലിങ്ങിൽ തന്നെ ഗുഡ് ഫീലിങ്ങിലിരിക്കുക കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ഫീലിങ്ങിൽ തന്നെ ഇരിക്കുക കേട്ടോ. ഗുഡ് ഫീലിങ്ങിൽ തന്നെ ഇരിക്കുക. ഓക്കെ. 1 തൊട്ട് 3 വരെയുള്ള കൗണ്ടിങ് കഴിയുമ്പം നിങ്ങൾക്ക് പതിയെ കണ്ണുകൾ തുറക്കാം. പക്ഷേ കണ്ണുകൾ തുറക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കണം. ഇനിയുള്ള പ്രോഗ്രാമിൽ നല്ല ആക്റ്റീവ് ആയിരിക്കണം. 1 പുറത്തുള്ള ശബ്ദങ്ങളെല്ലാം ഒന്നുകൂടി നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഓരോ ഫാൻ കറങ്ങുന്ന ഓരോ ശബ്ദവും. 2 നല്ലതായിട്ട് ബ്രീത്ത് ചെയ്യുക. വെരി ഗുഡ്. ആൻഡ് 3 പതിയെ കണ്ണുകൾ തുറന്ന് പുറത്തേക്ക് വരിക. റിലാക്സ് ചെയ്ത് പതിയെ കണ്ണുകൾ തുറന്ന് പുറത്തേക്ക് വരിക. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ റിലാക്സ് ആയോ ഒന്ന്? ഓക്കെ. ഇതിൽ എത്ര പേർക്ക് നാരങ്ങയുടെ ടേസ്റ്റ് കിട്ടി? കൈ വെക്കാവോ? നാരങ്ങയുടെ ഒരു പുളിപ്പ് ആർക്കും കിട്ടിയില്ല? ഒരാൾക്ക് പോലും കിട്ടിയില്ലേ? കിട്ടിയോ? ആർക്കും കിട്ടിയില്ല? നാരങ്ങയുടെ പുളിപ്പ് കിട്ടിയില്ല? ഇല്ല. വായിൽ വെള്ളം വന്ന് എത്ര പേരുണ്ട്? ഓക്കെ. ഇത്രയും പേർക്ക് വെള്ളം വന്നു. ഓക്കെ. ഓക്കെ. ഐഡിയ എത്രയേ ഉള്ളൂ. അതായത് ശരിക്കും നാരങ്ങ ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ? പക്ഷേ നിങ്ങളുടെ ബോഡി എന്ത് ചെയ്തു? ശരിക്കും നാരങ്ങ കുടിച്ചോ? നന്നായിട്ട് ആ ഒരു ഫീലിംഗ് വന്നു. കുടിക്കാനുള്ളതും ഒരു ഇതും വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. ഓക്കെ. വായിൽ നല്ല വെള്ളം വന്നായിരുന്നോ? വെള്ളം വന്ന് ഡ്രൈ ആയി. ത്രോട്ട് എല്ലാവർക്കും ഡ്രൈ ആയില്ലായിരുന്നോ? വെള്ളവും മിക്കവർക്കും വന്നില്ലേ? അപ്പം ഇതിൻ്റെ ഐഡിയ എത്രയേ ഉള്ളൂ. അതായത് ഇവിടെ നാരങ്ങ ഉണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങൾ എന്താ ക്രിയേറ്റ് ചെയ്തത്? ഒരു നാരങ്ങ ക്രിയേറ്റ് ചെയ്തു, ഒഴിച്ചു. പക്ഷെ നിങ്ങളുടെ ബോഡിയിൽ എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ബോഡി പക്ഷേ ഈ നാരങ്ങ ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ വായിലേക്ക് ഒരു കെമിക്കലാണ്, സലൈവ ഉണ്ടായത് അല്ലേ? സലൈവ ഒരു കെമിക്കലല്ലേ? നിങ്ങളുടെ ഫുഡിനെ എനർജി ആയിട്ട് മാറ്റുന്ന ഒരു സാധനമല്ലേ? അപ്പം ജസ്റ്റ് ഒരു ഇമാജിനേഷൻ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാക്കി എന്താണ് ഒരു കെമിക്കൽ സെക്രീറ്റ് ചെയ്തല്ലേ? അപ്പോൾ എൻ്റെ ഐഡിയ ഇത്രയാണ്. അതായത് നമ്മൾ എന്തൊക്കെ ഇമാജിൻ ചെയ്യുന്നോ ആ എല്ലാ ഇമാജിനേഷനും ഒരു ന്യൂറോ കെമിക്കൽ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ദേഷ്യമാണെങ്കിൽ കോർട്ടിസോളും അഡ്രിനലിനും പോലുള്ള ഹാംഫുള്ളായിട്ടുള്ള, അഡ്രിനലിൻ നല്ലതാണ് പക്ഷേ എന്നാൽ കോർട്ടിസോൾ പോലുള്ള ഹാംഫുള്ളായിട്ടുള്ള സ്ട്രെസ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഗ്രീഫ് ആണെങ്കിൽ അതനുസരിച്ചുള്ള സാധനം, ഗ്രഡ്ജ് ആണെങ്കിൽ അതനുസരിച്ചുള്ള ന്യൂറോ കെമിക്കൽ. അപ്പോൾ നമ്മുടെ ഇമാജിനേഷൻ, നമ്മൾ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ ഇപ്പോൾ ഞാനിത് പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത്, നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പലവട്ടം ആയിരിക്കും ഷുഡ് ഐ ക്രിയേറ്റ് ഗുഡ് കെമിക്കൽസ് ഓർ ബാഡ് കെമിക്കൽസ് ഇൻ മൈ ബോഡി. അപ്പം ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ കോർട്ടിസോൾ ലെവൽ ഹൈ ആവും. അപ്പോൾ ജസ്റ്റ് നാരങ്ങ എല്ലാത്തടത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നിങ്ങളുടെ ത്രോട്ടും ഡ്രൈ ആയി നിങ്ങൾക്ക് നാരങ്ങളും കുടിച്ച ഫീലും കിട്ടുന്നു, നിങ്ങൾക്ക് വായിൽ വെള്ളവും വരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രത്യേകത ഉണ്ട്. ശരി ഏതാ തെറ്റേതാന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ നാരങ്ങ ഇല്ലല്ലോ, പക്ഷേ ഇത് കാണുന്നത് എന്താണ്? നാരങ്ങയാണ്. പിന്നെ എപ്പോഴും ബ്രെയിനിൽ ഒരു സാധനമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ലിസ്റ്റ് വരും, 10 സാധനങ്ങളുടെ ലിസ്റ്റ് വരും. എടാ അത് മേടിക്കണം, ഇത് മേടിക്കും, ഇത് മേടിക്കും, ഇത് മേടിക്കും, ഇത് മേടിക്കും, പാല് മാത്രം മറക്കരുത്. പക്ഷെ നമ്മൾ മറക്കുന്നത് എന്തായിരിക്കും?
പാലായിരിക്കും. അപ്പം ഒരിക്കലും നമ്മൾ ഈ കുട്ടികളാണെങ്കിലും നോ അത് ചെയ്യരുത് കേട്ടോ, ഇത് ചെയ്യരുത് എന്ന് പറയരുത്. കാരണം ഇപ്പം ഒരു പയ്യനോട് പോയിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ഗ്രീൻ ആപ്പിൾ റെഡ് ആപ്പിൾ എൻ്റെ കയ്യിൽ ഇരിക്കുവാണ്. അപ്പം ഞാൻ പയ്യനോട് ഇതിൻ്റെ അകത്ത് ഏതാണ് റെഡ് ആപ്പിൾ അല്ലാത്തത് എന്ന് ചോദിച്ചാൽ അവൻ വന്ന് തുറന്നത് റെഡ് ആപ്പിൾ ആയിരിക്കും. കാരണം ഈ നോ എന്ന് പറയുന്ന സാധനം കേൾക്കില്ല, എടുക്കില്ല. അപ്പം നിങ്ങളുടെ സബ് കോൺഷ്യസ് എത്ര പവർഫുൾ ആണെന്ന് കണ്ടില്ലേ. നമുക്ക് ഇരുന്നുകൊണ്ടൊരു 2-3 എക്സസൈസോട് ചെയ്യാം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 100% ഇമാജിൻ ചെയ്ത് ചെയ്യണം കേട്ടോ, നല്ലപോലെ ഇമാജിൻ ചെയ്ത് ചെയ്യണം. അതായത് നമ്മൾ സൈഡിലിരിക്കുന്ന ആൾക്ക് എന്ത് തോന്നുന്നു, ഇവർക്ക് എന്ത് തോന്നുന്നു എന്നല്ല. ഓക്കെ, നന്നായിട്ട് കൈ റബ്ബ് ചെയ്തേ. എന്നിട്ട് കൈ ഷോൾഡർ ലെങ്ത്തിൽ പിടിക്കുക, ഷോൾഡർ ലെങ്ത്തിൽ പിടിക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ആ ഗ്യാപ്പ് നോക്കിയേ, എൻ്റെ അല്ല നിങ്ങളുടെ കൈകളുടെ ഗ്യാപ്പ്. നന്നായിട്ട് നോക്കിയേ. കണ്ടല്ലോ? നല്ല ശ്വാസം എടുത്തേ, എന്നിട്ട് കണ്ണുകളടച്ചേ. നല്ല ശ്വാസം എടുത്ത് കണ്ണുകളടച്ചേ. എൻ്റെ ശബ്ദത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ചുറ്റും കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും റിലാക്സേഷനിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ കൈകൾ അവിടെ വളരെ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യാമെന്ന് ഇമാജിൻ ചെയ്യുക. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ കൈകൾ അവിടെ വളരെ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യാമെന്ന് ഇമാജിൻ ചെയ്യുക. വളരെ ഫ്രീ ആയിട്ട് നന്നായിട്ട് ഇമാജിനേഷൻ കൊടുക്കുക. ഞാൻ പറഞ്ഞ അതേപോലെ സജഷൻ എടുക്കുക. ആൻഡ് ജസ്റ്റ് ഫീൽ ദാറ്റ് ഐ ഹാവ് കെപ്റ്റ് എ വെരി സ്ട്രോങ് മാഗ്നറ്റ്, ഒരു വലിയ സ്ട്രോങ് മാഗ്നറ്റ് നിങ്ങളുടെ 2 കൈകളുടെയും ഇടയിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. ആ മാഗ്നറ്റ് നിങ്ങളുടെ 2 കൈകളെയും ഭയങ്കരമായിട്ട് പുള്ളി ചെയ്യുന്നതും ട്രിഗർ ചെയ്യുന്നതും നിങ്ങൾ നന്നായിട്ട് ഇമാജിൻ ചെയ്യുക. 2 കൈകളുടെ ഇടയിൽ ആ മാഗ്നറ്റ് നിങ്ങളുടെ കൈകളെ അടുത്തേക്ക് വലിക്കുന്ന പോലെ ഫീൽ ചെയ്യുക. ദ മോർ യു ഇമാജിൻ യു ഹാൻഡ്സ് വിൽ കം ക്ലോസർ ആൻഡ് ക്ലോസർ. ഇമാജിൻ ചെയ്യുന്നതോറും ആ കൈകളുടെ ഇടയിൽ ഒരു കാന്തിക ശക്തി ഫീൽ ചെയ്യും. ആ കൈകൾ ഇങ്ങനെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ദ മോർ യു ഇമാജിൻ യു ഹാൻഡ്സ് വിൽ കം ക്ലോസർ ആൻഡ് ക്ലോസർ. കാന്തത്തിൻ്റെ ശക്തി 2000 തവണ കൂടിക്കുന്നു. കാന്തിക ശക്തി നിങ്ങളുടെ 2 കൈകളെയും അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യുന്തോറും നിങ്ങളുടെ കൈകൾ അടുത്തോണ്ടേയിരിക്കും. ദ മോർ ഇമാജിൻ ഹാൻഡ്സ് ആർ കമ്മിങ് ക്ലോസർ ആൻഡ് ക്ലോസർ. നന്നായിട്ട് ഇമാജിൻ ചെയ്യുന്തോറും കൈകൾ അടുത്തേക്ക് വരുന്നു. ദ മോർ ഇമാജിൻ, ദാറ്റ്സ് റൈറ്റ്. ഒരു ചക്കരക്ക് പറ്റിയ പോലെ ആ കൈകളുടെ ഇടയിൽ മാഗ്നറ്റിക് ഫീൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. കൈകൾ അടുത്തേക്ക് വരുന്തോറും കൈകൾ അടുത്തേക്ക് വന്ന് മുട്ടുന്നവരെ നിങ്ങൾ നന്നായിട്ട് ഇമാജിൻ ചെയ്യുന്നു. കൈകൾ അടുത്തേക്ക് വന്ന് പതിയെ കണ്ണുകൾ തുറന്ന് 1 2 3 ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, റിലാക്സ് ചെയ്തോ, കൈവിട്ടോ. ഓക്കെ, എത്ര പേർക്ക് കാന്തം ഫീൽ ചെയ്തോ? എത്ര പേര് കൈ വന്ന് മുട്ടി? പെട്ടെന്നാണോ മുട്ടി, അതോ ഫീൽ ചെയ്തല്ലേ മുട്ടിയത്? ഈ സൈഡിൽ മുട്ടിയായിരുന്നു ആരുടെയും? മുട്ടിയില്ല, പക്ഷെ അടുത്ത് വന്നോ? എന്താ ഫീൽ ചെയ്തേ? അടുത്ത് വന്നോ? ചിലവർക്കിത് ദൂരോട്ടും പോവും, ചിലർക്കിത് കാന്തം ചിലപ്പോൾ ഇതായിരിക്കും വരുന്നത്, പുറത്തേക്കുള്ളൊരു റിപ്പൾഷൻ ആയിരിക്കും വരുന്നത്. അടുത്തേക്ക് എത്ര പേര് വന്നു? എല്ലാവരും വന്നില്ലേ? അവിടെ കാന്തം ഉണ്ടോ? നിങ്ങൾക്ക് ഫീൽ ചെയ്തല്ലേ? ഇനി നിങ്ങളുടെ ഇമാജിനേഷൻ 2-3 സാധനങ്ങളും ചെയ്യാം. ഒന്നൊരു ഇമാജിനേഷൻ കൂട്ടാം. ഒന്ന് റൈറ്റ് ഹാൻഡ് തുറന്ന് വെക്കാവോ? ഫ്രണ്ടിൽ തട്ടുന്ന രീതി ഇരിക്കുവാണെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് തള്ളിയാൽ മതി, ഇല്ല ഒരാൾ ഫ്രണ്ടിലേക്ക് കയറിയാൽ മതി. ഓക്കെ, എന്നിട്ട് റൈറ്റ് ഹാൻഡ് അടച്ച് വെക്കുമോ? റൈറ്റ് ഹാൻഡ് ഓപ്പൺ, ലെഫ്റ്റ് ഹാൻഡ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഒന്നുകൂടെ കണ്ണുകൾ അടയ്ക്കുക. എൻ്റെ ശബ്ദത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ഇല്ലാതെ ചെയ്താൽ നടക്കില്ല. നിങ്ങൾ നല്ലതായിട്ട് റൈറ്റ് തുറന്ന് വെക്കുക, ലെഫ്റ്റ് ഹാൻഡ് കമത്തി വെക്കുക, കണ്ണുകൾ അടയ്ക്കുക, നന്നായിട്ട് ഇമാജിൻ ചെയ്യുക. നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യണം. അതുപോലെ അതിനുള്ള ഏറ്റവും ഫോഴ്സ് ചെയ്ത് എനിക്ക് വേണ്ടിയും ചെയ്യരുത്, നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ മാത്രം ആ ഫീലിങ്ങിനനുസരിച്ച് ചെയ്യുക, നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് ചെയ്യുക. ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ ഞാനൊരു 5 കിലോയുടെ ഡമ്പൽ വെച്ചിട്ടുണ്ട്. ഒരു 5 കിലോയുടെ ഡമ്പൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. ആ വെയിറ്റ് നന്നായിട്ട് ഫീൽ ചെയ്തേ റൈറ്റ് ഹാൻഡിൽ. ലെഫ്റ്റ് ഹാൻഡിൽ മുകളിലേക്ക് പോകുന്ന 1000 ഹൈഡ്രജൻ ബലൂൺസ് ഞാൻ കെട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് റിസ്റ്റിൽ. ചെറുപ്പത്തിൽ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഈ മുകളിലേക്ക് പോകുന്ന ഹൈഡ്രജൻ ബലൂൺസ് ഉണ്ട്. ഹൈഡ്രജൻ ബലൂൺസ് മുകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. റൈറ്റ് ഹാൻഡ് ആ വെയിറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ ഫീൽ ചെയ്യും തോറും റൈറ്റ് ഹാൻഡ് താഴോട്ട് പോവുകയും ലെഫ്റ്റ് ഹാൻഡ് മുകളിലേക്ക് അപ്പ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. മൂവിങ് അപ്പ്. ദ മോർ ഇമാജിൻ ലെഫ്റ്റ് ഹാൻഡ് വിൽ ഗോ അപ്പ്. ഒരു 50,000 ഹൈഡ്രജൻ ബലൂൺസ് ലെഫ്റ്റ് ഹാൻഡിൽ കിട്ടിയേക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് ഇസ് ഗോയിങ് അപ്പ്. റൈറ്റ് ഹാൻഡിലേക്ക് ഒരു 5 കിലോയുടെ കൂടി 10 കിലോ റൈറ്റ് ഹാൻഡിൽ. ലെഫ്റ്റ് ഹാൻഡിൽ 2500 ബലൂൺസോടെ ആഡ് ചെയ്തു. ലെഫ്റ്റ് ഹാൻഡ് ഇസ് ഗോയിങ് അപ്പ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഇസ് ഗോയിങ് ഡൗൺ.
and down. The more you imagine, your left hand is going up, 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 and right hand is going down, 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 down. ഫ്രീ ആയിട്ട് മൈൻഡിനനുസരിച്ച് വിടുമ്പോൾ നിങ്ങളുടെ കൈകൾ ഏറ്റവും കൂടുതൽ ലെഫ്റ്റ് ഹാൻഡ് പൊങ്ങുകയും റൈറ്റ് ഹാൻഡ് ഹെവി ആകും. റൈറ്റ് ഹാൻഡിലേക്ക് ഒരു 5 കിലോയുടെ ആഡ് ചെയ്തു, 15 കിലോ. റൈറ്റ് ഹാൻഡ് ഭയങ്കര ഹെവി ആയിട്ടോ, നല്ല ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആ മസിൽസിനൊക്കെ ആ സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. റൈറ്റ് ഹാൻഡ് ഈസ് ഗെറ്റിംഗ് ഹെവിയർ ആൻഡ് ഹെവിയർ ആൻഡ് ഹെവിയർ. ലെഫ്റ്റ് ഹാൻഡ് ഈസ് ഗോയിങ് അപ്പ്, 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 അപ്പ്. പതിയെ കണ്ണുകൾ തുറന്നോ. ഓക്കെ, റിലാക്സ് ചെയ്തു. നിങ്ങൾക്ക് ഏതാ ഫീൽ ചെയ്ത് ഏറ്റവും കൂടുതൽ? വെയിറ്റ് ഫീൽ ചെയ്തു. ഇത് ഫീൽ ചെയ്തില്ലേ മുകളിലേക്ക് പോകുന്നത്? ഇവിടെ ആർക്കും ഫീൽ ചോദിച്ചേട്ടൻ നോക്കി ആർക്കും ഫീൽ ചെയ്തതാണോ? ഓക്കെ, പിന്നെ ഫീൽ ചെയ്തിരുന്നോ? എന്താ വെയിറ്റ് ആണോ ഫീൽ ചെയ്തത്? വെയിറ്റ് ലെഫ്റ്റ് ഫീൽ ചെയ്തില്ല. എന്താ ഫീൽ ചെയ്തത്? ഫീൽ ചെയ്തല്ലേ? എന്താ ഫീൽ ചെയ്തത്? വെയിറ്റ് ആണ് ഫീൽ ചെയ്തത്. എന്താ ഫീൽ ചെയ്തത്? എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായിരുന്നോ? സാറിൻ്റെ പോയായിരുന്നോ? കൈകൾ പൊങ്ങിയായിരുന്നോ അതോ വെയിറ്റ് ആണ് ഫീൽ ചെയ്തത്? ഓക്കെ, ഇതൊക്കെ ഇമാജിനേഷൻ ഗെയിംസ് ആണ്, ഇമാജിനേഷൻ എക്സസൈസസ് ആണ്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ബാക്കിൽ എന്താണുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ ഉണ്ട് ഇത് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾ കൈകൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് സിൻസിയറായിട്ട് ചെയ്യണേ. നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ച്, ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ച്. എന്നിട്ട് ഈ 2 ഫിംഗേഴ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ മുട്ടിച്ചാൽ വെച്ചേക്കണം കേട്ടോ. 2 ഫിംഗേഴ്സ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പശ പോലെ ഒട്ടിച്ച് വെക്കണം. നന്നായിട്ട് ഒട്ടിച്ച് വെക്കണം. ടൈറ്റാണ്, കൈ നല്ല ടൈറ്റായിരിക്കണം. ഈ ഫിസ്റ്റ് നല്ല ടൈറ്റായിരിക്കണം. ഈ ഫിംഗേഴ്സ് 2 മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. ആ ഫിംഗേഴ്സിൻ്റെ അറ്റത്തേക്ക് മാത്രം നോക്കിയേ, അതിൻ്റെ അറ്റത്തേക്ക് മാത്രം നോക്കിയേ, ഫിംഗേഴ്സിൻ്റെ അറ്റത്തേക്ക് മാത്രം നോക്കിയേ. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഫിംഗേഴ്സിൻ്റെ അറ്റത്ത് മാത്രം നോക്കുക. എന്നെ നോക്കുക വേണ്ട, എൻ്റെ ശബ്ദം മാത്രം കേട്ടാൽ മതി. ഫിംഗേഴ്സിൻ്റെ അറ്റം മാത്രം നോക്കുക. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, 2 ഫിംഗേഴ്സിൻ്റെ ഫിംഗർ ടിപ്സിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മാഗ്നറ്റ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. നല്ല പോലെ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് അത് നിങ്ങളുടെ ഇമാജിനേഷൻ വെച്ച് നിങ്ങൾ ഒട്ടിച്ച് വെച്ചേക്കാമെന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഞാൻ 1 2 3 എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫിംഗേഴ്സ് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, സെപ്പറേറ്റ്, കണ്ണ് അടയ്ക്കണ്ട, കണ്ണ് തുറന്നോ. സെപ്പറേറ്റ് ചെയ്യുക, ഫിംഗേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് നടുക്കോട്ട് നോക്കുക കേട്ടോ. ഫിംഗേഴ്സ് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്തോ ഫിംഗേഴ്സ് സെപ്പറേറ്റ് ചെയ്തോ. മാഗ്നറ്റ് ഉണ്ട് എന്നാലും സാരമില്ല, നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തോ. ഫിംഗേഴ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ നടുക്കോട്ട് നോക്കുക. നടുക്കോട്ട് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിംഗേഴ്സ് തന്നെ അടുത്തേക്ക് വരുവേ. അടുത്തേക്ക് വരും. നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നവരും ഫിംഗേഴ്സ് അടുത്തേക്ക് വരും. അടുത്തേക്ക് വന്ന് മുട്ടുമ്പോഴത്തേക്കും കണ്ണുകൾ ക്ലോസ് ചെയ്യുക. അടുത്തേക്ക് വന്ന് മുട്ടി കഴിയുമ്പോഴത്തേക്കും കണ്ണുകൾ ക്ലോസ് ചെയ്യുക. കമ്മിങ് ക്ലോസർ. ഫിംഗേഴ്സ് ആർ കമ്മിങ് ക്ലോസർ. ആൻഡ് വെൻ ദ കംപ്ലീറ്റ്ലി ടച്ച്, ക്ലോസ് യുവർ ഐസ്. ഫിംഗേഴ്സ് ആർ കമ്മിങ് ക്ലോസർ ആൻഡ് ക്ലോസർ. മോർ ക്ലോസർ. ആൻഡ് ദ കംപ്ലീറ്റ്ലി ടച്ച്. When they are completely touching to each other, just close your eyes. Fingers automatically വന്ന് ടച്ച് ചെയ്യുമ്പോൾ പതിയെ കണ്ണുകൾ അടയ്ക്കുക. കൈകൾ നല്ല റിലാക്സ് സ്റ്റേറ്റിൽ, കൈകൾ നല്ല ഒട്ടിച്ച് വെക്കുക കേട്ടോ. നല്ലപോലെ ഒട്ടിച്ച് വെക്കുക. ഇനി നന്നായിട്ട് ഇമാജിൻ ചെയ്യുക, ആ കൈകളുടെ മുകളിലേക്ക് ഞാൻ ഒരു ഡബ്ബ ഫെവിക്കോൾ, നല്ല ഗന്ധമുള്ള, നല്ല പവർഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം ഫെവിക്കോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു സാധനമാണ് ഒട്ടിക്കുന്നത്. ആ ഫെവിക്കോൾ നിങ്ങളുടെ ആ കൈകളുടെ മുകളിലേക്ക് ഒഴിക്കുന്ന പോലെ നന്നായിട്ട് ഇമാജിൻ ചെയ്യുക. ആ വെള്ളയും നീലയും ഡബ്ബയുള്ള ഫെവിക്കോൾ ഇങ്ങനെ എടുത്ത് ഒഴിച്ച് ഫെവിക്കോൾ കയ്യിലൂടെ ഒളിച്ചിറങ്ങി എല്ലാ ഫിംഗേഴ്സിനെയും ടൈറ്റാക്കി ഫുള്ളി ഒട്ടിച്ചേർന്ന പോലെ ഇമാജിൻ ചെയ്യുക. The harder you try to open your fingers, the more stuck it will be, the more stickier it will be. The harder you try to open your fingers, the more stuck it will be. കൈകൾ തുറക്കാൻ ശ്രമിക്കും തോറും കൈകൾ ഏറ്റവും കൂടുതൽ സ്റ്റക്കായി സ്റ്റിക്കി ആയിട്ടിരിക്കും. The more you try to open your fingers, the more stuck it will be. Try to open but you cannot. Try. The more you try to open your fingers, the more stuck it will be. The more you try to open your fingers, the more stuck it will be. 1 2 3. Open your eyes. കണ്ണുകൾ തുറന്നേ. ഫിംഗേഴ്സ് സെപ്പറേറ്റ് ചെയ്തേ. ഓക്കെ, ആർക്കെങ്കിലും ഫിംഗേഴ്സ് സ്റ്റക്കായോ? എത്ര പേർക്ക് സ്റ്റക്കായിരുന്നോ? മാമിന് ഫിംഗേഴ്സ് തുറക്കാൻ ശ്രമിച്ചിരുന്നോ? പറ്റിയില്ല മാമിനോ? ഫിംഗേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിയണക്കിനെയും കൂടുതലായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഫീൽ ചെയ്തു. ബാക്കി ചെയ്തോ? മറ്റേതൊക്കെ ചെയ്തിരുന്നോ? അത് വെയിറ്റ് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. ഇത് അടുത്തായിരുന്നോ? ഇല്ല, അതെടുത്തില്ല. ഇല്ല, ഇത് ഒട്ടിപ്പിടിച്ചല്ലേ? ഒട്ടിപ്പിടിച്ചു. ഓക്കെ, ഒന്നുകൂടെ ഈ സാധനം ഒന്നുകൂടെ ചെയ്യാം. കൈകളൊന്ന് ടൈറ്റായിട്ട് പിടിക്കാമോ? ഫിംഗേഴ്സ് ഒന്നിങ്ങനെ വെക്കാമോ? ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുമല്ല, എൻ്റെ സജഷൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നിങ്ങളുടെ ഇമാജിനേഷനിൽ ഇത് സ്റ്റക്കാക്കാൻ പോവാണ്. ഓക്കെ, ഒന്നുകൂടെ കൈ കൺമുമ്പിൽ വെക്കുന്നു.
ആ ഫിംഗേഴ്സിൻ്റെ അടുത്തേക്ക് മാത്രം നോക്കുന്നു, ടിപ്പ് ഓഫ് ദി ഫിംഗേഴ്സിലേക്ക് മാത്രം നോക്കുന്നു, ഫോക്കസ് ചെയ്യുന്നു. ഇപ്രാവശ്യം കണ്ണുകൾ അടയ്ക്കുന്നില്ല, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു. കൈകളെല്ലാം ഒട്ടിച്ചേർന്നിരിക്കുന്ന പോലെ നന്നായിട്ട് ഇമാജിൻ ചെയ്യുന്നു. ഒന്നുകൂടി ഇമാജിൻ ചെയ്യുന്നു, ഒരു ഫിംഗർ നെഗറ്റീവും ഒരു ഫിംഗർ പോസിറ്റീവ് ആണെന്ന് ഇമാജിൻ ചെയ്യുന്നു. ഒരു ഫിംഗർ നെഗറ്റീവും ഒരു ഫിംഗർ പോസിറ്റീവ് ആണെന്ന് ഇമാജിൻ ചെയ്യുന്നു. മുട്ടിച്ച് തന്നെ വെക്കുക. ഇമാജിൻ ചെയ്യുക, മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് രണ്ടും ഒട്ടിച്ചേർന്നു. ദ മോർ യു ട്രൈ ടു സെപ്പറേറ്റ് യുവർ ഫിംഗേഴ്സ് യു വിൽ ഫൈൻഡ് ദാറ്റ് കംപ്ലീറ്റ്ലി സ്റ്റക്ക്. ആ വിരലുകൾ തുറക്കാൻ ശ്രമിക്കും തോറും വിരലുകൾ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കും. ദ മോർ യു ട്രൈ ദ മോർ സ്റ്റക്ക് ഇറ്റ് വിൽ ബി. ഓക്കെ, 1 2 3 ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്രാവശ്യം എത്ര പേർക്ക് സ്റ്റക്കായിരുന്നോ? മാമിനോ? ഇല്ല, നേരത്തെ സ്റ്റക്കായി, ഇപ്പം സ്റ്റക്കായില്ല. ഇപ്പം ഇമാജിനേഷൻ കൊടുത്തില്ലേ? ഓക്കെ, സ്റ്റക്കായിരുന്നോ? തുറക്കാൻ ശ്രമിച്ചായിരുന്നോ? സ്റ്റക്കായിരുന്നോ? തുറക്കാൻ ശ്രമിച്ചിരുന്നോ? ഓപ്പൺ ആയില്ല. സ്റ്റക്കായിരുന്നോ? ബ്രോയ്ക്ക് സ്റ്റക്കായിരുന്നോ? ഇല്ല. സാറിന് സ്റ്റക്കായല്ലേ? വേറെ ബാക്കിലോ ഒരു ഭയങ്കര ടൈറ്റായിട്ടുള്ള ഫീൽ ചെയ്തിരുന്നോ? അത് ഈസി ആയിട്ട് തുറക്കാം. ഓക്കെ, ഫോഴ്സ് പോലെ ഉണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. സ്റ്റക്കായിരുന്നോ? മറ്റേത് ഫീൽ ചെയ്തായിരുന്നോ? ഏതാ ഫീൽ ചെയ്തത്? മാഗ്നറ്റോ? മാഗ്നറ്റിൻ്റെ നന്നായിട്ട് ഇത് വെയിറ്റ് നന്നായിട്ട് ഫീൽ ചെയ്തു. പിന്നെ മാഗ്നറ്റിന് നന്നായിട്ട് അടുക്കുകയും ചെയ്തു. ഓക്കെ, ക്യാമറ അവിടെ തന്നെ വെച്ചോ. നമുക്ക് ഒരു പ്രാവശ്യം എഴുന്നേറ്റ് ചെയ്യാം. ലാസ്റ്റ് കേട്ടോ, ഇതോടെ തീർക്കാം. എന്നിട്ട് നമുക്ക് വേറെ സാധനത്തേക്ക് പോകാം. എഴുന്നേറ്റുന്നോ? വേറെ ഒന്നുമല്ല, നമ്മൾ ചെയ്ത സാധനം തന്നെയാണ്. കൈ നന്നായിട്ട് നേരെ വെച്ചേ. ആ ലെങ്ത്ത് കറക്റ്റായിട്ട് നോക്കിയേ. കൈയുടെ രണ്ടിന് ലെങ്ത്ത് ഷോൾഡർ ലെങ്ത് ആണ്. ഇത്ര അടുപ്പിച്ച് വെക്കല്, ഷോൾഡർ ലെങ്ത് ആണ്. ഓക്കെ, ഇനി സാവധാനം കണ്ണുകൾ അടയ്ക്കുക. യൂസ് ദ പവർ ഓഫ് യുവർ ഇമാജിനേഷൻ. നിങ്ങളുടെ ഇമാജിനേഷനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ കൈകൾ അവിടെ ഏറ്റവും ഫ്രീ ആയിട്ട് നിൽക്കുന്ന പോലെ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് നിങ്ങളുടെ രണ്ട് കൈയുടെ ഇടയിലുള്ള ഗ്യാപ്പിൻ്റെ സെൻറ്ററിൽ ഞാനൊരു വളരെ സ്ട്രോങ് മാഗ്നറ്റ്, ഒരു സ്ക്വയർ ഷേപ്ഡുള്ള മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ആ മാഗ്നറ്റ് നിങ്ങൾ ഫീൽ ചെയ്യുമ്പം നിങ്ങളുടെ കൈകൾ ആ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. കാരണം നിങ്ങളുടെ കൈകൾ മാഗ്നറ്റിക് ആണ്. ആ രണ്ട് മാഗ്നറ്റിക് ഹാൻഡ്സും ആ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന വ്യക്തമായിട്ട് ഫീൽ ചെയ്യും. ദ മോർ ഇമാജിൻ ഹാൻഡ്സ് ആർ കമ്മിങ് ക്ലോസർ ആൻഡ് ക്ലോസർ. ദാറ്റ്സ് റൈറ്റ്. കമ്മിങ് മോർ ക്ലോസർ. ദാറ്റ്സ് റൈറ്റ്. മോർ ക്ലോസർ. ആ കാന്തിക ശക്തി നിങ്ങളുടെ കൈകളെ വലിച്ചുകൊണ്ട് അടുത്തേക്ക് കമ്മിങ് ക്ലോസർ ആൻഡ് ക്ലോസർ. മോർ ആൻഡ് മോർ ക്ലോസർ. The more you imagine hands are coming closer. More closer. നടക്കത്ത കാന്തം നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കൈകളെ ഉള്ളിലേക്ക് വലിക്കുന്നുള്ള നന്നായിട്ട് ഫീൽ ചെയ്യുന്തോറും നിങ്ങളുടെ കൈകൾ അടുത്തേക്ക് വെരി ഗുഡ് അടുത്തോണ്ടിരിക്കുന്നു. ദാറ്റ്സ് റൈറ്റ്. കൈകൾ അടുത്തേക്ക്. ദാറ്റ്സ് റൈറ്റ്. കൈകൾ അടുത്തേക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത് നന്നായിട്ട് കൈകൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു. That's right. On a count of 3, slowly open your eyes. 1 2 3, open your eyes. ഇരുന്നോളൂ. എന്നിട്ട് പറയാമോ ഇതെങ്ങനെ ഉണ്ടായിരുന്നു? എത്ര പേർക്ക് ഫീൽ ചെയ്തു? കഴിഞ്ഞ ദിവസത്തെ കാട്ടി കൂടുതൽ ഫീൽ ചെയ്തോ? അതോ സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു വേർഡുണ്ട്. സ്ലീപ്പ് എന്ന വേർഡ് ഒരിക്കലും ഉറങ്ങുക എന്നുള്ള അർത്ഥമല്ല. ഹിപ്നോസിസിൽ നമ്മൾ ഷോസിലെ കാണുമ്പോൾ ചിലരിങ്ങനെ റിലാക്സ് സ്റ്റേറ്റിലേക്ക് പോകും. ഇതൊരിക്കലും ബോധം കെട്ട് കിടക്കുമല്ല, ഉറങ്ങുമല്ല. ശരിക്കും പറഞ്ഞാൽ ഹിപ്നോസിസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു ഹൈറ്റൻ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസിലേക്ക് പോകും. അതായത് നമ്മൾ സിനിമ കാണുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ അതിലേക്കായി പോകും. നമ്മൾ ആ ഒരു ഇമോഷനിലാവും. നമുക്കറിയാം മമ്മൂട്ടി 200 സിനിമ 300 സിനിമ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്യാരക്ടറാണെന്ന് നമ്മൾക്കറിയാം. നമ്മൾ ഇമോഷനിലാവും. കാരണം നമ്മൾ ഉപബോധ മനസ്സ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കൊണ്ട് ഫിക്സ് ചെയ്യും. അപ്പം ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. നമ്മൾ ഫുള്ളി വിട്ടുകൊടുക്കുന്നതോറും നമ്മൾ ഒരു റിലാക്സ് സ്റ്റേറ്റിലേക്ക് പോകും, ഉന്മാദ അവസ്ഥയിലേക്ക് പോകും. അവിടെ നമ്മുടെ ഫോക്കസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഒരിക്കലും ഒരാൾ ബോധം കെട്ട് കിടക്കുമോ ഇതൊന്നുമല്ല. പക്ഷേ ഭയങ്കര റിലാക്സ് സ്റ്റേറ്റിലേക്കായിരിക്കും പോവുക. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കോ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയെ കണ്ണിലേക്ക് കൊണ്ടുവരാമോ? മനസ്സിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തി. അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ആരും വേണ്ടതായിരിക്കാം, കുട്ടികളായിരിക്കാം. ഒരു വ്യക്തി, ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക.
ആ വ്യക്തിയുടെ ഏറ്റവും ചിരിക്കുന്ന സന്തോഷിക്കുന്ന ഒരു മുഖം കാണുക. ആ വ്യക്തിയുടെ ഏറ്റവും ഹാപ്പി ആയിട്ടൊരു ഫേസ് കാണുക. ആ വ്യക്തി നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളായിരിക്കാം, നിങ്ങളുടെ വിഷമത്തിൽ കൂടെ നിന്നിട്ടുള്ള ആളായിരിക്കാം. ആ വ്യക്തിയെ നന്നായിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങളുടെ തേർഡ് ഐയിൽ സ്ത്രീകൾ പൊട്ടുകുത്തുന്ന സ്ഥലത്ത് അവിടെ കറക്റ്റായിട്ട് അയാളെ കാണുക, നന്നായിട്ട് കാണുക. ഇത് കാണുന്നോറും നിങ്ങളുടെ ഹെഡ് ഒരു പ്രൊജക്ടർ, നിങ്ങളുടെ ബ്രെയിൻ ഒരു പ്രൊജക്ടറും നിങ്ങളുടെ കണ്ണൊരു സ്ക്രീനുമാണെന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ബ്രെയിൻ ഒരു പ്രൊജക്ടറും നിങ്ങളുടെ കണ്ണൊരു സ്ക്രീനാണെന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹെവി ആയിക്കൊണ്ടിരിക്കുന്ന പോലെ ഇമാജിൻ ചെയ്യുക. ആ ആളെ കാണാം, പക്ഷേ കണ്ണുകൾക്ക് നല്ല ഭാരം കൂടുന്ന പോലെ ഇമാജിൻ ചെയ്യുക. നന്നായിട്ട് കണ്ണുകളുടെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതോറും കണ്ണുകളുടെ ഭാരം നന്നായി കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതോറും നന്നായി കണ്ണുകളുടെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. കണ്ണുകളുടെ ഭാരം കൂടുന്തോറും ആ വ്യക്തിയുടെ ചിത്രം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരും. ആ വ്യക്തിയുടെ ചിത്രം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരും. കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വരും. കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വരും. കറക്റ്റായിട്ട് ആ വ്യക്തിയുടെ ചിത്രം കണ്ണുകളിൽ നല്ല ഒരു പോസ്റ്റർ ഒട്ടിച്ചേക്കുന്ന പോലെ നല്ല ക്ലാരിറ്റിയോടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ണുകളുടെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. 20 + 1 എണ്ണുമ്പോഴത്തേക്കും കണ്ണുകളുടെ ഭാരം കൂടിക്കൊണ്ടിരിക്കും. കൺപോളകളുടെ ഭാരം നന്നായിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. 20, 19, 18, getting more and more heavier. 17, 15, 12, 10, 8, 7, 6, 5, 4, 3, 2, 1, 0. ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ നിങ്ങളുടെ കണ്ണുകൾ ആ വ്യക്തിയെ വ്യക്തമായിട്ട് നിങ്ങളുടെ കണ്ണുകൾക്ക് തുറക്കാനേ ആഗ്രഹമില്ല. കണ്ണ് ഏറ്റവും നല്ല ഷട്ടർ ഇട്ടേക്കുന്ന പോലെ അടിച്ചിട്ടേക്കുന്ന പോലെ നന്നായിട്ട് ഇമാജിൻ ചെയ്യുക. കൺപോളകളുടെ ഭാരം ഇപ്പം തന്നെ നിങ്ങൾ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ണുകൾക്ക് നല്ല ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയെ നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ തേർഡ് ഐയിലാണ്, നിങ്ങളുടെ പൊട്ടുകുത്തുന്ന സ്ഥലത്താണ്. ആ വ്യക്തിയെ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നതോടെ നിങ്ങളുടെ കണ്ണുകൾക്ക് നല്ല ഭാരം അനുഭവപ്പെടും. ആ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നതോടെ കണ്ണുകൾ ഒട്ടിച്ചേർന്നിരിക്കുന്ന പോലെ ഉണ്ട്. മോർ യു ട്രൈ ടു ഓപ്പൺ യുവർ ഐസ്, ദ മോർ യുവർ ഐസ് വിൽ ബി സ്റ്റക്ക്. ദ മോർ യു ട്രൈ ടു ഓപ്പൺ യുവർ ഐസ്, ദ മോർ യുവർ ഐസ് വിൽ ബി സ്റ്റക്ക്. ദ മോർ യു ട്രൈ ടു ഓപ്പൺ യുവർ ഐസ്, ദ മോർ യുവർ ഐസ് വിൽ ബി try. The more you try to open your eyes, the more stuck it will be. The more you try to open your eyes, the more stuck it will be. The more you try to open your eyes, the more stuck it will be. Try. The more you try to open your eyes, the more stuck. Try. കണ്ണു തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. The more you try to open your eyes, the more stuck it will be. Try ചെയ്തോ. The more you try to open your eyes, the more stuck it will be. The more you try to open your eyes, the more stuck it will be. 1, 2, 3, open your eyes. ഓക്കെ, എത്ര പേരെ കണ്ണ് സ്റ്റക്കായിരുന്നോ? കണ്ണ് തുറക്കാൻ ശ്രമിച്ചായിരുന്നോ? എനിക്ക് വേണ്ടി അടച്ചു വെക്കരുത്, സിൻസിയറായിട്ട് പറയാം. പറ്റില്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും കണ്ണ് തുറക്കാൻ നോക്കിയിട്ട്. ആണോ? ശ്രമിച്ചായിരുന്നോ? കണ്ണ് തുറക്കാൻ ശ്രമിച്ചിരുന്നോ? വേറെ ഇപ്പോൾ ബാക്കിൽ ആർക്കെങ്കിലും ഇല്ല, ട്രൈ ചെയ്തില്ലേ? ഓക്കെ, അപ്പം ഞാനേ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അല്ലേ? കുറേ നിങ്ങൾ ചെയ്യില്ല, കൈ പൊക്കി താത്തു കണ്ണടച്ചു തുറന്നു. നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാം. എനിക്കൊരു 3 വോളണ്ടിയേഴ്സിനെ വേണം. വരുമോ? ഒന്ന് വരുമോ? പിന്നെ മാം ഒന്ന് വരാമോ? നിങ്ങൾ 2 പേരും വരുമോ? 4 പേര് പോരാ, ഇതിനകത്ത് നല്ല ആൾക്കാരെ എടുക്കുള്ളൂ.